നമ്മുടെ നാട്ടിലെ തൊഴിലാളി വിഭാഗം സംഘടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന കണ്ണാടിപ്പാലത്തിൻ്റെ ശോച്യാവസ്ഥയും തകർച്ചയും ജനശ്രദ്ധയിലും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലും എത്തിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന തൊഴിലാളികളുടെ ഈ സമരപരിപാടിക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ഉള്ളൂർ മുരളി, INTUCയുടെയും കോൺഗ്രസിൻ്റെയും പ്രമുഖരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് MLA ആയതിനു ശേഷം അദ്ദേഹം ആദ്യം മന്ത്രിയായാണ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് വലിയ മാറ്റവും വലിയ വികസനവും ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകും എന്നാണ്. പക്ഷേ UDF ഭരണകാലത്തുണ്ടായതിനേക്കാൾ മാറ്റം ഒന്നും തന്നെ ഒരിടത്തും ദർശിക്കാൻ കഴിയുന്നില്ല. കടകംപള്ളി സുരേന്ദ്രൻ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് നമ്മുടെ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഒരു കുട്ടികൾക്കായിട്ടുള്ള ഒരു ട്രെയിൻ കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് പണിമുടക്കി. പിന്നെ മാസങ്ങളായി അത് കിടപ്പായിരുന്നു. മാധ്യമങ്ങൾ ആക്ഷേപിച്ചപ്പോൾ ഒരാരെ കൊണ്ടുവന്ന് അതിൻ്റെ ടയറൊക്കെ ശരിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഓടിക്കും. 5 ദിവസം ഓടുമെങ്കിൽ 1 മാസം ഓടുമില്ല. ആ സ്ഥിതിയിലാണ് അത് കിടക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ് പാർവതി പുത്തനാറിലും TS കനാലിലും കൂടി ബോട്ട് സവാരി ഏർപ്പെടുത്തുമെന്ന്. വലിയ ബൃഹത്തായ പദ്ധതിയാണെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ പാർവതി പുത്തനാറിൽ ചെലവഴിച്ചു. പിന്നീട് കേട്ടത് കോടികളാണെന്നാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ബോട്ട് കൊണ്ടുവന്ന് പരീക്ഷണാർത്ഥം ഓടിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ അത്ഭുതകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബോട്ട് ഇറങ്ങിയതും ബോട്ട് കുരുങ്ങുകയും പായലിൽ കുരുങ്ങി ആ ബോട്ട് യാത്ര അവിടെ അവസാനിച്ചു. പിന്നെ അതിനെക്കുറിച്ച് കേൾക്കാനേ ഇല്ല. അതിനുശേഷം ഈ ഫേസിൽ കണ്ടത് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത കണ്ണാടിപ്പാലം നമ്മുടെ നാട്ടിൽ വരണം എന്നുള്ള സന്തോഷമായ കാര്യമാണ്. ഒരു കണ്ണാടിപ്പാലത്തിൽ കൂടി കയറി നടക്കാൻ പറ്റിയെങ്കിൽ കൊള്ളാമിരുന്നു എന്ന് ആഗ്രഹിച്ച ആളുകളിൽ ഒരാളാണ്. പക്ഷേ ആ കണ്ണാടിപ്പാലം ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം ഇതിനൊക്കെ? കാരണം ഇതിനെല്ലാം ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാകും. ആ എസ്റ്റിമേറ്റിൽ ചാർജ് പോയി, അതാണ് കേൾക്കാത്തത്. അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാകും. അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടികളുടെ പ്രതിനിധികൾ ആ ടെൻഡർ പിടിക്കുന്നവരുടെ അടുത്തെത്തും. സമീപിച്ചിട്ട് ശതമാനക്കണക്കിനാണ് കമ്മീഷൻ ചോദിക്കുന്നത്. ടെൻഡർ എടുത്തു പോയത് കൊണ്ട് നടപ്പാക്കേണ്ടി വരും. അതുകൊണ്ട് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നിലവാരമില്ലാത്ത മെറ്റീരിയലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ നിലവാരമില്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ കണ്ണാടിപ്പാലം തകരാൻ കാരണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഞാൻ പല ഇതിൻ്റെ വിദഗ്ധരായ ആൾക്കാരോടും ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിന് ശേഷം അന്വേഷിച്ചു. നിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നിർമ്മിച്ചവരും ഇതിന് നേതൃത്വം നൽകുന്നവരും ഇതിൽ മനുഷ്യരാണ്, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് ഇതിൽ കയറി യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ കയറി നടക്കുന്നത് എന്നുള്ളത് പോലും ചിന്തിക്കാതെ വളരെ തരം താഴ്ന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ടാണ് ഈ പൊട്ടലും ചീറ്റലുമെല്ലാം ഈ കണ്ണാടിപ്പാലത്തിലുണ്ടായത്. അതുകൊണ്ട് ഈ പാലം പൊളിച്ച് നിലവാരമുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഈ പാലം ചെയ്യണം എന്നുള്ളതാണ്
ഞങ്ങളുടെയൊക്കെ ആവശ്യം. അതിനു വേണ്ടിയാണ് ഈ സമരപരിപാടിയുമായി മുന്നോട്ട് വന്നത്. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ഈ 2016 MLA ആയപ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. നമ്മുടെ കുമാരപുരത്ത് കൂടി അണ്ടർ പാസേജ്, ഇവിടെ ഉള്ളൂരിൽ മേൽപ്പാലം, ശ്രീകാര്യത്ത് മേൽപ്പാലം, പിന്നെ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം വരെ 2.5 കിലോമീറ്റർ 4 വരി പാത, അതിന് 250 കോടി രൂപ ബഡ്ജറ്റിൽ വന്നതാണ്. ആ പൈസ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. ആ പദ്ധതി എങ്ങോട്ട് പോയെന്ന്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ വഴി കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കഴക്കൂട്ടത്ത് ഒരു റവന്യൂ ടവർ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലോക്ക് ഓഫീസിൽ പോയി തറക്കല്ലിട്ടു റവന്യൂ ടവറിന്. ആ റവന്യൂ ടവർ ഇപ്പോൾ എവിടെ? റവന്യൂ ടവർ എവിടെ? കാണാൻ. അപ്പോൾ അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ചതും കൊണ്ടുവന്നതുമായ പദ്ധതികൾ തുടങ്ങാൻ പോലും കഴിയാതെ തകർന്നു കിടക്കുകയാണ്. തുടങ്ങിയ പദ്ധതികളാണെങ്കിലോ അവതാളത്തിലാണ്. എന്നാൽ UDFന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബ് ആയി ഡെവലപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള 500 മീറ്റർ നീളത്തിലുള്ള ഒരു മേൽപ്പാലവും കൊണ്ടുവന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ ഗുരുതരമായ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ആനയറ ബസ് ഡിപ്പോ ഇന്ന് അവിടെ പെട്രോൾ പമ്പാണ്. ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന പെട്രോൾ പമ്പാണ്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ എന്ന്. എന്നിട്ട് ഈ ബസ് സ്റ്റേഷൻ പെട്രോൾ കമ്പനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ പദ്ധതി തകർത്തിട്ടിരിക്കുക. ഇതേപോലെ കഴക്കൂട്ടത്തൊരു ട്രിഡാ ബസ് സ്റ്റേഷൻ, അതും അടച്ചിട്ടിരിക്കുക. ഇങ്ങനെ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെയെല്ലാം UDF ഭരണകാലത്ത് കൊണ്ടുവന്നത് തകർക്കുകയും LDF ഭരണകാലത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാത്ത രീതിയിൽ തകരുന്ന പദ്ധതികളാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെത് എന്നുള്ളത് കൊണ്ട് ഈ തകർച്ചയിൽ നിന്ന് ഈ പണം വസൂലാക്കി നമ്മുടെ നാട്ടിൻ്റെ സ്വത്ത് സംരക്ഷിക്കുവാൻ നാട്ടുകാരുടെ സമ്മർദ്ദത്തിൽ സർക്കാർ തയ്യാറാകണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ സമരപരിപാടി സമുദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.